നമസ്കാരം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയത് എന്താണ് ഇൻ്റർവെൽസ് എന്നും അതെങ്ങനെയാണ് റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റ്സ് ആകുന്നത് എന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് പവർ സെറ്റ് എന്നുള്ളതാണ്. അതിനു മുന്നേ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഞാനൊരു സെറ്റ് തരാം നിങ്ങൾക്ക്. സെറ്റ് 1 2. ഈ സെറ്റിൻ്റെ സബ്സെറ്റ്സ് ആരൊക്കെയായിരുന്നു? സബ്സെറ്റ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. നമ്മളിപ്പോൾ എഴുതിയ സെറ്റ് 1 2 എന്ന് പറയുന്ന ഈ സെറ്റിൻ്റെ സബ്സെറ്റ്സ് ആരൊക്കെയായിരിക്കും എന്ന് പറഞ്ഞു നോക്കിയൊന്ന്. നൾ സെറ്റും ആ സെയിം സെറ്റും എല്ലാ സെറ്റുകളുടെയും സബ്സെറ്റ്സ് ആണ്. ഓക്കെ, ഇനി ഒരു എലമെൻറ്റ് വരുന്ന സബ്സെറ്റ്സ് ഏതൊക്കെയാണ്? സെറ്റ് 1ഉം സെറ്റ് 2ഉം. 2 എലമെൻറ്റ്സ് വരുന്നതെന്ന് പറയുമ്പോൾ ആ സെയിം സെറ്റ് തന്നെ വരും. അപ്പോൾ ഇതിന് 4 എലമെൻറ്റ്സ് ആണ് ഉള്ളത്. നമ്മൾ പറഞ്ഞായിരുന്നു ഒരു സെറ്റിന് എത്ര സബ്സെറ്റ്സ് ആയിരുന്നു ഉള്ളത്. നമ്പർ ഓഫ് സബ്സെറ്റ്സ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ഒരു സെറ്റിൽ m എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിന് എത്ര സബ്സെറ്റ്സ് ഉണ്ടാകും? 2m നമ്പർ ഓഫ് സബ്സെറ്റ്സ് അതിന് ഉണ്ടാകും എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. അപ്പോൾ ഇവിടെ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? എ എന്ന് പറയുന്ന ഈ സെറ്റ് കൺസിഡർ ചെയ്താൽ ഇതിൽ 2 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിന് എത്ര സബ്സെറ്റ്സ് വേണം? 2 എലമെൻറ്റ്സ് വേണം. അതായത് 4 എലമെൻറ്റ്സ് വേണം. 4 എലമെൻറ്റ്സ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സെറ്റ് 1 2 എന്ന് പറയുന്ന സെറ്റിൻ്റെ സബ്സെറ്റ്സുകളാണ് 5, സെറ്റ് 1 2, സെറ്റ് 1, സെറ്റ് 2. ഓക്കെ, ഈ സെറ്റുകളെ നമ്മളൊരു വേറൊരു സെറ്റിൻ്റെ ഉള്ളിലാക്കി എഴുതിയാൽ ഇതാണ് എ എന്ന് പറയുന്ന സെറ്റിൻ്റെ പവർ സെറ്റ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ പി ഓഫ് എ എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പോൾ എന്താണ് പവർ സെറ്റ് എന്ന് വെച്ചാൽ ദ കളക്ഷൻ ഓഫ് all subsets of a set A is called the power set of A and it is denoted by P of A. ക്ലിയർ ആണോ? ഒരു സെറ്റിൻ്റെ സബ്സെറ്റ്സിൻ്റെ കളക്ഷനെയാണ് നമ്മൾ ആ സെറ്റിൻ്റെ പവർ സെറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പവർ സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? എ എന്ന് പറയുന്ന സെറ്റിൽ m എലമെൻറ്റ്സ് ആണെങ്കിൽ പവർ സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? പവർ സെറ്റിലെ ഓരോ എലമെൻറ്റ്സും സെറ്റുകളാണ്. ഈ സെറ്റിൻ്റെ സബ്സെറ്റുകളാണ്. അതായത് ഓരോ എലമെൻറ്റ് എന്ന് പറയുന്നത് പവർ സെറ്റിലെ ഓരോ എലമെൻറ്റും ആരായിരിക്കും? ഓരോ സെറ്റുകളായിരിക്കും. അപ്പോൾ പി ഓഫ് എയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? അതിന് എത്ര സബ്സെറ്റ്സ് ഉണ്ടെന്ന് അറിഞ്ഞാൽ പോരെ? എയിൽ m എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിന് എത്ര സബ്സെറ്റ്സ് ഉണ്ടാകും എന്നാണ് പറഞ്ഞത്? 2m എലമെൻറ്റ്സ് ഉണ്ടാകും. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിൽ m എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ പി ഓഫ് എ അതിൻ്റെ പവർ സെറ്റിൽ എത്ര എലമെൻറ്റ്സ് വരും? 2m എലമെൻറ്റ്സ് വരും. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ തരാം. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 3 4 5. ഇതിൻ്റെ പവർ സെറ്റ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിനെ പി ഓഫ് എ എന്ന് ഡിനോട്ട് ചെയ്യാം. പി ഓഫ് എ എന്ന് പറയുന്നത് ഒരു സെറ്റാണ്. അതിൽ വരുന്നത് നമ്മൾ എഴുതിയേക്കുന്ന എ എന്ന് പറയുന്ന സെറ്റിൻ്റെ സബ്സെറ്റ്സുകളായിരിക്കും വരുന്നത്. ഫസ്റ്റ് തന്നെ അതിൻ്റെ എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റ്സ് ആയിട്ട് വരുന്ന സെറ്റാണ് 5ഉം പിന്നെ ആ സെയിം സെറ്റും. ആ 2 സെറ്റും എഴുതുക. പിന്നെ ഒരു എലമെൻറ്റ് സെറ്റായിട്ട് വരുന്ന സബ്സെറ്റ് എഴുതുക. അപ്പോൾ എന്ന് പറയുമ്പോൾ സെറ്റ് 3 വരും, സെറ്റ് 4 വരും, സെറ്റ് 5 വരും. ഇനി 2 എലമെൻറ്റ്സ് സബ്സെറ്റ്സ് ആയിട്ട് വരുന്നത് സെറ്റ് 3 4, സെറ്റ് 4 5 ആൻഡ് സെറ്റ് 3 5. 3 എലമെൻറ്റ്സ് ആയിട്ട് വരുന്നത് നമ്മൾ എഴുതി സെറ്റ് 3 4 5. അപ്പോൾ ഇത്രയും എലമെൻറ്റ്സ് ആണ് ഈ സെറ്റിൻ്റെ പവർ സെറ്റിൽ വരുന്നത്. എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ പി ഓഫ് എ എന്ന് പറയുന്നത് 8 ആയിരുന്നു. അത് എവിടെ നിന്നാണ് വന്നത്? എയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ പി ഓഫ് എ എന്ന് പറയുന്നത് 2 ദാറ്റ് ഈസ് 2 into 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 8. 8 എലമെൻറ്റ്സ് നമുക്കിവിടെ പവർ സെറ്റിൽ കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആണോ? ഒരു എക്സാമ്പിളും കൂടി നമുക്ക് ചെയ്ത് നോക്കാം. ലെറ്റ് ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ അല്ലെങ്കിൽ സെറ്റ് എ ബി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സബ്സെറ്റ്സ് ആരൊക്കെ വരും? അതായത് പവർ സെറ്റ് എന്ന് പറയുന്നത് പി ഓഫ് ബി ഈക്വൽ ടു
സെറ്റ് A, സെറ്റ് B, സെറ്റ് AB, 5, ഓക്കെ 4 എലമെൻറ്റ്സ്. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് യൂണിവേഴ്സൽ സെറ്റാണ്. അപ്പോൾ എന്തായിരിക്കും യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്? ഒരു ബേസിക് ആയിട്ടുള്ള സെറ്റിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. അതായത് കുറേ സെറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ എല്ലാം ഒരു ബേസിക് സെറ്റിനെ നമുക്ക് ആ തന്നിരിക്കുന്ന സെറ്റുകളുടെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് വിളിക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ് കൺസിഡർ ചെയ്യാം. സെറ്റ് ഓഫ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് കൺസിഡർ ചെയ്യുക. ഇനി സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് കൺസിഡർ ചെയ്യാം. ഇവരെല്ലാവരും സബ്സെറ്റായിട്ട് വരുന്ന ഒരു സെറ്റ് പറയാമോ? ആ സെറ്റിന് നമുക്ക് ഇവിടെ ഒരു ബേസിക് സെറ്റ് എന്ന് പറയാം. അതായത് ഈവൻ നാച്ചുറൽ നമ്പേഴ്സും ഓഡ് നാച്ചുറൽ നമ്പേഴ്സും പ്രൈം നമ്പേഴ്സും ഇവരെല്ലാവരും സബ്സെറ്റായിട്ട് വരുന്ന ഒരു വലിയൊരു സെറ്റ്, സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റ്സ് ആണ് ഈ 3 സെറ്റുകളും. അപ്പോൾ ഈ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഈ 3 സെറ്റുകളുടെയും ആരായിട്ട് വരും? യൂണിവേഴ്സൽ സെറ്റായിട്ട് വരും. ഓക്കെ, അതാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ, സെറ്റ് 1 2 തന്നു, സെറ്റ് 3 4 തന്നു, സെറ്റ് 1 3 5 തന്നു, സെറ്റ് 2 4 6 തന്നു. ഈ 4 സെറ്റുകളുടെയും കൂടിയുള്ള ഒരു യൂണിവേഴ്സൽ സെറ്റ് ഞാൻ കുറച്ച് വേറൊരു സെറ്റും കൂടി തരാം. തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും ഈ 4 സെറ്റിൻ്റെയും യൂണിവേഴ്സൽ സെറ്റായിട്ട് വരുന്നതെന്നൊന്ന് കണ്ടുപിടിക്കാമോ? ആദ്യത്തെ സെറ്റ് 1 2 3 4, രണ്ടാമത്തത് സെറ്റ് 1 2 3 4 5 7 8, മൂന്നാമത്തെ സെറ്റ് എന്ന് പറയുന്നത് 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ്. അപ്പോൾ ഈ 3 സെറ്റിൽ ഏതായിരിക്കും ഞാൻ ഈ എഴുതിയേക്കുന്ന സെറ്റുകളുടെ യൂണിവേഴ്സൽ സെറ്റായിട്ട് വരുന്നത്? അപ്പം ഞാൻ പറഞ്ഞ കണ്ടീഷൻ എന്തായിരുന്നു? ഇവരെല്ലാവരും സബ്സെറ്റ്സ് ആയിട്ട് വരുന്ന ഒരു സെറ്റായിരിക്കണം. എ എന്ന് പറയുന്ന സെറ്റ് എടുത്താൽ ഈ സെറ്റിൻ്റെ ഒരു സബ്സെറ്റാണോ ഇത്? അല്ല. 3 5 എന്ന് പറയുന്ന എലമെൻറ്റ് എയിലില്ല. അപ്പോൾ ഈ സെറ്റ് എയുടെ സബ്സെറ്റായിട്ട് വരില്ല. അപ്പോൾ ഇതിൻ്റെ യൂണിവേഴ്സൽ സെറ്റായിട്ട് ഈ എ എന്ന് പറയുന്ന സെറ്റ് വരില്ല. ഞാൻ ചോദിച്ചത് ഇതെല്ലാത്തിൻ്റെയും യൂണിവേഴ്സൽ സെറ്റാണ്. ഈ എല്ലാ സെറ്റുകളുടെയും യൂണിവേഴ്സൽ സെറ്റായിട്ട് എ ബി സി ഇതിലേത് വരും എന്നാണ് ചോദിച്ചത്. ഇനി അടുത്തത് ബി ചെക്ക് ചെയ്യാം. ബിയിൽ 1 2 3 4 5 7 8 എന്ന് പറയുന്ന എലമെൻറ്റ്സ് ഉണ്ട്. ഇതിൽ 1 2 ഉണ്ട്, 3 4 ഉണ്ട്, 1 3 5 ഉണ്ട്, 2 4 6 ഇല്ല. അപ്പോൾ ഇതെന്ന് പറയുന്ന സെറ്റ് 2 4 6 എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റായിട്ട് വരില്ല. അപ്പോൾ ഇവരുടെ ഒരു യൂണിവേഴ്സൽ സെറ്റായിട്ട് ബിയെയും നമുക്ക് പറയാൻ പറ്റില്ല. സി നോക്കി, 1 മുതൽ 10 വരെയുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സും വന്നിട്ടുണ്ട്. അതായത് 1 2 ഉണ്ട്, 3 4 ഉണ്ട്, 1 3 5 ഉണ്ട്, 2 4 6 ഉണ്ട്. ഈ എല്ലാ സെറ്റുകളും സി എന്ന് പറയുന്നതിൻ്റെ സബ്സെറ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ 4 സെറ്റുകളുടെയും യൂണിവേഴ്സൽ സെറ്റാണ് ആര്? സി എന്ന് പറയുന്നത്. ഇനി വേറൊരു യൂണിവേഴ്സൽ സെറ്റ് പറയാൻ പറഞ്ഞാലോ? നമുക്ക് ഏത് പറയാം? ഇച്ചിരി വലിയ സെറ്റ്, സെറ്റ് 1 മുതൽ ഒരു 100 വരെയുള്ളതോ, അല്ലെങ്കിൽ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നതോ, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നതോ, ഏത് വേണേലും പറയാം. അതെല്ലാം ആ സെറ്റിൻ്റെ എല്ലാം സബ്സെറ്റായിട്ട് ഈ സെറ്റുകൾ വരും. അപ്പോൾ അതെല്ലാം ഇവരുടെ യൂണിവേഴ്സൽ സെറ്റായിട്ട് നമുക്ക് പറയാം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആയോ? നമ്മൾ എന്താണ് ഇപ്പോൾ ഇന്ന് പഠിച്ചത്? ആദ്യം പവർ സെറ്റ് എന്താണെന്ന് പഠിച്ചു. പവർ സെറ്റ് എന്ന് വെച്ചാൽ എന്താണ്? കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ് എ. എ എന്ന് പറയുന്ന സെറ്റിൻ്റെ സബ്സെറ്റുകളുടെ കളക്ഷനെയാണ് നമ്മൾ പവർ സെറ്റ് ഓഫ് എ എന്ന് പറയുന്നത്. എയിൽ m എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ പി ഓഫ് എയിൽ, പവർ സെറ്റ് ഓഫ് എയിൽ 2m എലമെൻറ്റ്സ് ഉണ്ടാവും. ഓക്കെ, ഇനി യൂണിവേഴ്സൽ സെറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ബേസിക് സെറ്റ്. നമുക്ക് തന്നേക്കുന്ന സെറ്റുകളെല്ലാം സബ്സെറ്റായിട്ട് വരുന്ന ഒരു വലിയൊരു സെറ്റിനെയാണ് നമ്മൾ ആ സെറ്റുകളുടെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ 2 കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.